ട്രെയിലർ കുറേയൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയല്ല, ഇതല്ലടാ സിനിമ എന്നുള്ളൊരു ട്രെയിലറാണ് മനസ്സിലാവുന്നത്. അത് സൈജുവിന്റെ ടെക്നിക്കാണ്. എപ്പോഴും ഞാൻ പൂർണ്ണമായിട്ടും 100% ഡയറക്ടറെയും വർക്ക് ചെയ്യുന്ന ടീമിനെയും ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒരു ആവറേജ് ആക്ടർ മാത്രമാണ് ഞാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി മാറ്റി പറയാൻ പറ്റില്ല. ഞാൻ അത്യാവശ്യം ഇല്ല, ഭയങ്കരമായിട്ട് അവര് അയ്യോ എന്നെ കൊണ്ട് ഇത് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു ആ സമയത്ത്. അതിന് നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ഊന്നി ഉറപ്പിച്ച് പറയുന്നൊരു കാലഘട്ടമാണ് ഇത്. അപ്പൊ അങ്ങനെ പറയുന്നതിലും എനിക്ക് ഒരു തെറ്റും പറയാൻ സാധിക്കില്ല. താപ്സി പാനുവിന്റെ കൂടെ മിതാലിയുടെ കഥ പറയുന്നത്. പക്ഷെ ഒരിക്കലും അത് അത്രയും വലിയൊരു ഹിറ്റ് ആവും, ഇതൊരു ആ ഒരു ക്യാരക്ടർ ഒരു കൾട്ടായി മാറുന്നൊന്നും നമ്മൾ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. 70% കാഴ്ചകളും ഞങ്ങൾ കണ്ടിട്ടൊക്കെ ഉള്ളതാണ്. സ്ത്രീകളാണെങ്കിലും ക്രിമിനൽസ് ഉണ്ട്, സ്ത്രീകളാണെങ്കിലും പ്രണയിക്കുന്നവരും തമാശ പറയുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അവരുടെ ഒരു സൈഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് സിനിമകളിൽ കുറവല്ലേ. ഫൂട്ടേജ് എന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് ടീം നമ്മളോടൊപ്പം ഉണ്ട്. മഞ്ജു വാര്യറുണ്ട്, റൈറ്റർ ശബ്ന ഉണ്ട്, അതേപോലെ ഡയറക്ടർ സൈജു ശ്രീധരൻ, നിങ്ങൾക്ക് അറിയുന്നതാണ്, ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ വിശാഖ് നായരുണ്ട്, ഗായത്രി അശോകനുണ്ട്. ഹായ് ഓൾ. താങ്ക് യു. മഞ്ജു, ശരിക്കും എന്തുകൊണ്ട് ഈ എഡിറ്ററുടെ കൂടെ ഒരു ഫൂട്ടേജ് ആയിട്ടാണ് തീരുമാനിച്ചത്? അല്ല, അത് ഈ എഡിറ്റർ ഫുട്ടേജും കൊണ്ട് എൻ്റെ അടുത്ത് വന്നത് കൊണ്ടാണ് എനിക്ക് അതിൽ ഒരു പങ്കാളി ആവാൻ പറ്റിയത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തോട്ടും അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെന്റും ഒക്കെ മനസ്സിൽ വെച്ചിട്ടാണ് സൈജു. നല്ല പേര്. അതെ അതെ, ഫുട്ടേജ്. അതെ, പല അർത്ഥത്തിൽ നമുക്കത് കാണാം. അതെ, അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ഇതിന്റെ ഭാഗമാവുമായിരുന്നു. സൈജു, ശരിക്കുള്ള ഉത്തരം ഫുട്ടേജ് എന്തുകൊണ്ടാണ്? ഫുട്ടേജ് അത് കുറെ കാലം മുമ്പ് തോന്നിയ ഒരു ഐഡിയ ആണ്. അതിങ്ങനെ മനസ്സിലിങ്ങനെ ഇരുന്ന് ഒരു സമയം കിട്ടിയപ്പം അതങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഭയങ്കര ഒരു ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മിനിമം അത് ചെയ്യണം എന്നൊരു ആഗ്രഹം. ഒരു പുതിയ സിനിമ ചെയ്യണം, പുതിയ തരം സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിനാണ് അത് കണ്ടായിട്ടുള്ളത്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് ശരിക്കും ഇതൊരു സാധാരണ മേക്കിംഗ് അല്ല എന്ന് മനസ്സിലാക്കണുണ്ട്. ഇതിനകത്തൊരു വ്യത്യസ്തത എന്തായാലും ഉണ്ടാവും. ട്രെയിലറിൽ അത്രയൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് നമുക്കറിയാം. കാരണം അത് ട്രെയിലർ കുറേയൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയല്ല, ഇതല്ലടാ സിനിമ എന്നുള്ളൊരു ട്രെയിലറാണ് മനസ്സിലാവുന്നുണ്ട്. അത് സൈജിന്റെ ടെക്നിക്കാണ്. ഞാനിങ്ങനെ മനസ്സിലാക്കാം. അങ്ങനെയല്ലേ സൈജ്? ശരിക്കും അതല്ലേ സത്യം? ട്രെയിലർ കണ്ട പോലെ ആയിരിക്കില്ല എന്തായാലും സിനിമ. അതങ്ങനെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, നമുക്ക് അതേ സോഷ്യൽ മീഡിയ പേടിച്ചിട്ട് സിനിമയിലൂടെ ആളുകൾ കണ്ടോട്ടെ. മാക്സിമം കാണാനുള്ള സിനിമ കാണുമ്പോൾ ആ രസം കളയാതിരിക്കാൻ വേണ്ടി ട്രെയിലർ ഭയങ്കര ഒതുക്കി അങ്ങനെ ചെയ്തു. ശരിക്കും ഈ ഇപ്പോൾ വരുന്ന സിനിമകൾക്കൊക്കെ ഹൈപ്പ് കൂടുതലാണെന്ന് അഭിപ്രായം ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ സൈജു അങ്ങനെ ചെയ്തായിരിക്കും എന്നാണോ വിചാരിക്കണേ? അല്ല, അതെനിക്ക് അറിഞ്ഞൂടാ, അതെല്ലാം സൈജുവിന്റെ കോളാണ്. പക്ഷേ ഇത് തന്നെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ. ഇത്ര ഹൈപ്പ് വേണ്ടായിരുന്നു. എന്റെ പേടിയെന്ന് വെച്ചാൽ ഇതിപ്പോ കണ്ടിന്യൂ അത് ഭയങ്കര എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ആ പേടി എനിക്കുണ്ട്. ഇയാളെപ്പോഴും പറയും ഉണ്ടോ ഉണ്ട്. ഇല്ല വിശാഖേ, പോസ്റ്റർ മുതൽ ഇപ്പം ന്യൂജൻ സിനിമകളുടെ ഒരു പോസ്റ്റർ സ്റ്റൈലാണിത്. പോസ്റ്റർ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് സൈജു ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പം ട്രെയിലർ വന്നപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ പേര് വന്നപ്പോൾ തന്നെ നമ്മൾ ഈ ഫൂട്ടേജ് എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, സീരിയസ്ലി ഈ ഒരു പടത്തിൽ ഉണ്ട് അത്രയും എന്താ പറയുക, ഒരു ബിലീഫ് ഉള്ള അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻസോടെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ല. അത്രയും ഡെഡിക്കേഷനോടെ അത്രയും ഒരു എഫേർട്ട് ഇട്ട് ചെയ്തൊരു പടമാണ് എല്ലാവരും. എല്ലാ ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് എല്ലാവരും. കാരണം ഇതൊരു പുതിയ ജോണറാണ്. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു ഫിലിം ഫുൾ ഒരു ഫൗണ്ട് ഫുട്ടേജ് ഫിലിം വന്നിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എല്ലാവർക്കും. ആൻഡ് അതിൻ്റെതായ ഒരു കഷ്ടപ്പാടും ഉണ്ടായിരുന്നു പടം ഉണ്ടാക്കാൻ. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് എന്തായാലും ഫിലിമിനുണ്ട്. ഈ മനുഷ്യൻ്റെ എഡിറ്റ് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഷൂട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ്റെ തലച്ചോറിലൊരു എഡിറ്റർ ഉണ്ട്. ഈ എഡിറ്റർക്ക് വേണ്ടത് എപ്പോഴും പുതിയ സാധനങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെ മേക്ക് ചെയ്തെടുക്കണം എന്നതിനെ സംബന്ധിച്ച് ചിലപ്പോൾ അധികം എക്സ്പീരിയൻസ് ഉണ്ടാവുകയില്ല. പക്ഷേ ഇതെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം കൂടുതൽ പണി ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും. അത് നിങ്ങളെല്ലാവരെയും കാണുന്നുണ്ട്. സത്യത്തിൽ എന്താ ഇത്ര കഷ്ടപ്പെടുത്തിയത്? എന്തിനാ ഇത്രയും കഷ്ടപ്പെടുത്തി? അതിന്റെ മേക്കിംഗ് തന്നെയാണ്. നമ്മൾ നോർമലി ഷൂട്ട് ചെയ്യുന്ന പോലെ ആയിരുന്നില്ല ഷൂട്ട്. അപ്പം നമ്മുടെ റിഹേഴ്സൽ ടൈമിൽ പോലും നമ്മൾ റിഹേഴ്സൽ ചെയ്യുമ്പോഴും ഒരു ചെറിയ ഫോണിലാണ് ചെയ്തത്. അപ്പം ഞാൻ അങ്ങനെയാണ് ആയിരിക്കണം എന്ന് വിചാരിച്ച് പോയപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു.
ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. റിഹേഴ്സലും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, പക്ഷെ ഷൂട്ടിന്റെ ടൈം വന്നപ്പോൾ അതിനേക്കാളും ഡിഫിക്കൾട്ട്. നമ്മുടെ എല്ലാ സീൻസും സിംഗിൾ ടേക്ക് സിംഗിൾ ഷോട്ട്. അപ്പൊ എല്ലാം ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്താലാണ് പണി എളുപ്പത്തിലാക്കി എഡിറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഭയങ്കര എളുപ്പമാണ്. ആദ്യത്തേക്ക് ഓക്കെ കഴിഞ്ഞു, വേറെ ഒരു ഷോട്ടില്ല, ഒറ്റ ഷോട്ടല്ലേ ഉള്ളൂ, വേറെ ആംഗിൾ ഒന്നും എടുക്കുന്നില്ല നമ്മള്. പക്ഷെ ആ സീൻ കിട്ടാൻ എല്ലാവരുടെയും കോർഡിനേഷൻ രാവിലെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ട് വൈകുന്നേരം കിട്ടിയ സീൻസും ഉണ്ട്. നമ്പർ ഓഫ് ടേക്സ് ഇങ്ങനെ പോയിട്ടുമുണ്ട് ചില സീൻസ് ഒക്കെ. സിംഗിൾ ഷോട്ടാണ്, ഓരോ സീനും ഓരോ സിംഗിൾ ഷോട്ടാണ്. അത് ഫുട്ടേജിന്റെ ഫൗണ്ട് ഫുട്ടേജ് ആയതുകൊണ്ട് തന്നെ അതിൽ കട്ട് ചെയ്ത് സാധാരണ സിനിമകളിൽ കാണിക്കുന്നത് പോലെ ക്ലോസും വൈഡും മിക്സ് ചെയ്ത് കാണിച്ച് അതിനാവശ്യമുള്ള സ്ഥലത്ത് സൂം ഒരു ഇമ്പാക്ട് കൊടുക്കാനും പഞ്ച് കൊടുക്കാനും ഒന്നും ഇതിന് ഈ ഒരു ജോണറിൽ നമുക്ക് പറ്റില്ല. നമുക്കിതിനകത്ത് ഇമ്പാക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പാട്. ഒരു ചെറിയൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ടെങ്കിൽ അത് അതിന്റെ ഇമ്പാക്ട് എപ്പോഴും എഡിറ്ററിന്റെ കയ്യിലാണ് സത്യം പറയുന്നത്. പറഞ്ഞാല് അങ്ങനെ ഡീം ഒരു ക്ലോസ് ഒരു വൈഡോ കട്ട് ചെയ്ത് കറങ്ങി അങ്ങനെ മൾട്ടിപ്പിൾ ഷോട്ട്സുകൾ ഉപയോഗിക്കുമ്പോഴാണല്ലോ അതിന്റെ രസം വരുന്നത്. അത് നമുക്ക് ഇല്ലാണ്ടാവില്ല അതിനകത്ത്. അപ്പൊ അതിൽ നമുക്ക് നമ്മുടെ ഹാർഡ് വർക്ക് അതിലായിരിക്കണം ശരിക്കും പറഞ്ഞാൽ. ഓരോ ആർട്ടിസ്റ്റുകളും റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത് തന്നത്. സാധാരണ എഡിറ്റേഴ്സ് പറയുക ആ ഷോട്ട് പോരാ, അത് കുറച്ചുകൂടെ വേണം, അത് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയി ഇടപെടുന്നത് എഡിറ്റേഴ്സ് അതുകൊണ്ടാണ്, അത് കുറച്ചുകൂടെ വേണം, അത് ക്ലോസും കൂടെ വേണം എന്നൊക്കെ അഭിപ്രായം ഇതിൽ പറയാം. നേരെ തിരിച്ചായി നമ്മുടെ മെയിൻ ഇവന്റ്സ് എല്ലാം വൈഡിലാണ് ശരിക്കും. അങ്ങനെ എനിക്ക് തോന്നാനില്ല ആരും ആ ഒരു റിസ്ക് അത്രയും അങ്ങനെ ഒരു ഇച്ചിരി പാടാണ് ഒരു വൈഡിൽ എല്ലാം കൂടെ കാണിക്കാന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളത് പല സ്ഥലങ്ങളിലും അങ്ങനെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇൻക്ലൂഡിങ് ആക്ഷൻ സീക്വൻസസ് ആണെങ്കിലും ആ ഫുൾ ആക്ഷൻ സീക്വൻസ് മൊത്തം നമുക്ക് ഒറ്റ ഷോട്ടിൽ നമുക്ക് ചെയ്യേണ്ട. ഇപ്പൊ എത്ര പേരുണ്ടോ അത്രയും പേര് ഇടയ്ക്ക് ഒരാൾ വരും, അയാള് അവിടെ ഒരു ടാക്കിൾ ചെയ്ത് അങ്ങനെ പോകണം, അപ്പൊ അടുത്ത ആൾ വരും. ഇതൊക്കെ കട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഫിസിക്കലിയും അത്രയും ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. കഷ്ടപ്പെട്ടപ്പോ എപ്പോഴെങ്കിലും തോന്നിയോ ഇത് ക്ലോസ് ചെയ്തൂടെ എടുത്തൂടെ എന്നൊക്കെ ചോദിക്കാൻ? ചോദിച്ചില്ല, രഹസ്യമായിട്ട് പോയി ചോദിച്ചോ? അങ്ങനെ നമ്മള് ഭാനുമതി ചേച്ചി ചോദിച്ചു. ഭാനുമതി ചേച്ചി ഇതില് പയ്യന്നൂർ ഭാനുമതി ചേച്ചി ഇതില് ചെയ്തിട്ടുണ്ട്. ചേച്ചി പറഞ്ഞു ഇത് എന്ത് സിനിമ മോളെ, ഇതില് ചെക്കനോടൊന്ന് പറയാന്ന്, ചെക്കനോടൊന്ന് പറ, അത് ഇങ്ങനെ മുറിച്ച് ചെയ്യാൻ പറയും, ഇവനെന്താ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ഒറ്റടിക്ക് ഇതെല്ലാം പഠിച്ച് പറയണ്ടേന്ന്. ലെങ്തി ഡയലോഗ്സ് ഒക്കെ ആയിരുന്നു. കുറച്ചധികം ഡയലോഗ്സ് പറയണല്ലോ, കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡയലോഗ്സ് മാത്രമല്ല ആക്ടിവിറ്റിയും പലരും പല സമയത്ത് വന്നു പോകുന്ന കൊറിയോഗ്രാഫിയും അത് ഒരു സ്പേസിൽ ഇന്ന പ്രോപ്പർട്ടീസ് യൂസ് അതെല്ലാം ഒറ്റ സീൻ ഫുള്ള്. എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരും ഒരേപോലെ എന്താ പറയാ എഫേർട്ട് ഇടണം. ആർട്ടിൽ നിന്നാണെങ്കിലും ഇപ്പൊ ഒരു ഇല വീഴുന്നാണെങ്കിൽ പോലും അവർ ആ കറക്റ്റ് സമയത്ത് വീണില്ലെങ്കിൽ ഇത് വീണ്ടും റീഷൂട്ട് ചെയ്യണം. ഇത്രയും എല്ലാവരുടെയും എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് നമുക്കൊരു സീൻ ഒരു പണി തരാൻ വേണ്ടിട്ട് വന്നതാ. ആർട്ടിസ്റ്റുകൾക്ക് ഒരു ചെറിയ പണി കൊടുക്കാന്ന് വിചാരിച്ചു. ആർട്ടിസ്റ്റ് എല്ലാവർക്കും പണിയാണ്. ശരിക്കും ഈ അന്വേഷിപ്പിൻ കണ്ടെത്തി ഞാൻ കാണുന്ന സമയത്ത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പാറ്റേണുള്ള സിനിമ മേക്കിംഗ് അല്ല എന്ന് തോന്നുന്ന ഒരു മേക്കിംഗ് സ്റ്റൈലാണ് അതിനകത്തുള്ളത്. പക്ഷേ കഥ വൃത്തിയായി പറഞ്ഞു, ക്ലീൻ സിനിമ എന്നൊക്കെ പറയില്ലേ. കാരണം ഇപ്പോൾ ഗുമ്മ് ഒരുപാട് വേണം, ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ BGM എന്നൊക്കെ പറയുന്നത് ഇടിച്ച് പൊളിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്പേസിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു പടം ഈ പേസിൽ തന്നെ മതി എന്ന് തീരുമാനിക്കുന്നത് ആ എഡിറ്റിംഗ് ടേബിൾ ആ പ്രവൃത്തി നടക്കുന്ന സമയത്ത് ശരിക്കും സൈജുൻ എന്താ ഫീൽ ചെയ്തത്? അങ്ങനെ മതിയായിരുന്നു? അവരങ്ങനെ തന്നെയാണ്. അത് ഈവൻ ഞാനത് വായിച്ച സമയത്ത് ഞാൻ പറയായിരുന്നു കുറച്ച് എന്തെങ്കിലും വേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്. പക്ഷെ അവരത് അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. പക്ഷെ അതിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഞാൻ പറയുന്ന പോലെ എഡിറ്റിങ്ങിൽ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. റിവിഷൻ എനിക്ക് കുറെ നാള് അതിന്റെ മുകളിൽ ഇരുന്നിട്ടുണ്ട് ആ സിനിമയിൽ. അതുകൊണ്ടത് നിങ്ങൾ പറഞ്ഞ മാതിരി അതുകൊണ്ടാണ് എനിക്കത് വൃത്തിയായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് കുറച്ച് ജോലിയുള്ള പരിപാടിയാണ്. ഇച്ചിരി ഒരുപാട് സമയം ഫുൾ കോൺവെർസേഷൻ ആണ് ആ സിനിമയില്. ആക്ഷൻ അല്ലാണ്ട് ആക്ഷൻ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലാതെ വർത്താനങ്ങൾ മുഴുവൻ. അതിനെ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. പക്ഷെ അത് തിയേറ്ററിൽ വർക്കായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ, കാരണം ഇപ്പോഴത്തെ ജോണറിൽ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലല്ല ക്രൈം കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ മഹേഷിൻ്റെ പ്രതികാരം, കുമ്പളങ്ങി നൈറ്റ്സ് പോലെയുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്ടേഴ്സ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സാണ്. റൈറ്റർ ഭയങ്കര രസമായിട്ട് എഴുതുന്ന റൈറ്ററാണ്. പക്ഷെ നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ടാവും, പാട്ടിൽ മാത്രമല്ല മൊത്തത്തിലും ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിനെ ബഹുമാനിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അവരൊക്കെ എത്രത്തോളമാണ്, ഇല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ലെജൻസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സൊക്കെ എത്രത്തോളം ഫ്രീഡം എന്ന് പറയുന്ന വാക്ക് ആണ്? അതാണ് അവര് ആ വർക്ക് ഫ്ലോ ഭയങ്കര രസമാണ്. ഇപ്പം ഓക്കെ ഒരു സീൻ അവർ ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത്, ഓക്കെ അപ്പോൾ മിനിമം എന്തൊക്കെ വേണം അല്ലെങ്കിൽ മാക്സിമം എന്തൊക്കെ വേണം.
അത് ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇതൊന്ന് മനസ്സിലാവണം, അത് ഇത്ര ഒരു ഡ്യൂറേഷൻ, പിന്നെ അതിനകത്ത് എനിക്ക് എന്ത് വേണം ചെയ്യാം, അത് എങ്ങനെ കാണിക്കാനും അവർ സമ്മതിക്കും. അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റും. അവർ പറയുന്ന പോയിന്റുകൾ അതിനകത്ത് ഉണ്ടാക്കിയാൽ മതി എനിക്ക്. അല്ലാണ്ട് ഇങ്ങനെ ഒരു അങ്ങനെ ഇങ്ങനെ എന്നുള്ളൊരു ഒരു പ്രശ്നമില്ല അവരോടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. ആ ഫ്രീഡം എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള പല സിനിമകളും എൻ്റെ സുഹൃത്തുക്കളുടെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് എന്താണ് അങ്ങനെ ചെയ്ത് നോക്കാനും പഠിക്കാനും പറ്റുന്നുണ്ട്. നല്ല പരിപാടിയാണ് ശരിക്കും. ഹൗ ഓൾഡ് ആർ യു മുമ്പുള്ളൊരു കാലവും ഹൗ ഓൾഡ് ആർ യുക്ക് ശേഷമുള്ളൊരു കാലമുണ്ട്. അതിന് മുമ്പുള്ളൊരു കാലം എന്ന് പറയുന്നത് ഹിറ്റുകൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു മഞ്ജു വാര്യറുണ്ട്. ഇടയ്ക്കൊക്കെ ചിലപ്പം ബൈ മിസ്റ്റേക്ക് ഒരെണ്ണമൊക്കെ ഹിറ്റല്ലാത്ത സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. ഒരു മനോഹരമായ ഒരു കാലഘട്ടമാണ്. എല്ലാ സിനിമകളും പോപ്പുലറുമാണ്, റീവാച്ചബിളാണ്. ഇപ്പോൾ പല സിനിമകളും നമ്മളിപ്പോൾ റീ റിലീസിന് തയ്യാറാക്കണം. മണിച്ചിത്രത്താഴ്, ദേവദൂതനൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. പലതും നമുക്ക് റീ റിലീസ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്ന സിനിമകളാണ്. പക്ഷേ ഇതിലൊക്കെ വേറിട്ട് നിൽക്കുന്ന ചില സിനിമകൾ, ഇപ്പോൾ കണ്ണെഴുതി പൊട്ടുന്നൊട്ട് പോലെയുള്ള സിനിമ, അതേപോലെ കന്മദം പോലെയുള്ള സിനിമകൾ. ഈ കണ്ണെഴുതി പൊട്ടുന്നൊട്ടും കന്മദത്തിലൊക്കെ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു ആളിനെ ശരിക്കും ജനങ്ങളുടെ ഇടയിലേക്ക് ബോൾഡായിട്ടുള്ള ഒരാളാണെന്ന്, ആക്ട്രസ് എന്നുള്ള അർത്ഥത്തിലല്ലാതെ വ്യക്തിയെ കൂടി അങ്ങനെ ബോൾഡ്നെസ് ഉള്ള ഒരാളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. കഥാപാത്രങ്ങളെ ശക്തിയാണ്. ഇപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുക. അപ്പോൾ മഞ്ജു വാര്യർ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളിലൂടെ ഈ ക്യാരക്ടേഴ്സൊക്കെ എത്രത്തോളം മഞ്ജു വാര്യർ എന്ന് പറയുന്ന പേഴ്സണ് ഒരു ബോൾഡ്നെസ് ജനങ്ങൾക്കിടയിൽ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്? ഞാനില്ല. അതിപ്പോൾ രജനീഷ് പറയുമ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ഇതിൽ ആലോചിക്കണേ. എപ്പോഴും ഞാൻ പൂർണ്ണമായിട്ടും 100% ഡയറക്ടറെയും വർക്ക് ചെയ്യുന്ന ടീമിനെയും ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒരു ആവറേജ് ആക്ടർ മാത്രമാണ് ഞാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ അങ്ങനെയാ. ഈ കന്മദത്തിൻ്റെ ഇപ്പോൾ പോസ്റ്റർ ഡിസൈനൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നത്, ഈ പടത്തിലും പോസ്റ്റർ ഡിസൈനൊക്കെ വളരെ വൃത്തിയായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഏരിയകളാണ്. അന്ന് ആ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് ഈ കനലുപോലെ ഒരു ഡയലോഗ് ഞാൻ മറന്നുപോയി, അത്രയ്ക്കും കരുത്തുള്ളൊരു പെണ്ണാണ് എന്ന് പറഞ്ഞ സമയത്ത് അതിൻ്റെ പ്രൊമോഷൻ അങ്ങനെയായിരുന്നു വന്നിരുന്നത്. ലോകദാസിൻ്റെ സിനിമയാണ്. അന്ന് സാറാ ജോസഫ് പറഞ്ഞിരുന്നത്, ഒരാൾ പിടിച്ച് ഉമ്മ വെച്ചാൽ ഉടനെ പോകുന്നതാണോ ആ പെണ്ണിൻ്റെ ആ കാഠിന്യം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ഡിസ്കഷൻസൊക്കെ ഉണ്ടാക്കാൻ കരുത്തുള്ള സിനിമകളും ഇല്ലെങ്കിൽ എഴുത്തുകാരും ഒക്കെ നിരൂപകരും ഒക്കെ ഇടപെടുന്ന രീതിയിലൊക്കെ ആയിരുന്നു സിനിമ. ഇന്ന് നിരൂപണത്തിൻ്റെ സ്റ്റൈലും മാറി, ഓൺലൈൻ മീഡിയയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എന്താണ് ആ മാറ്റം, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതിന് നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ഊന്നി ഉറപ്പിച്ച് പറയുന്നൊരു കാലഘട്ടമാണ് ഇത്. അപ്പം അങ്ങനെ പറയുന്നതിലും എനിക്ക് ഒരു തെറ്റും പറയാൻ സാധിക്കില്ല. നമ്മുടെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ അതിനെ ഉപയോഗിക്കുക, അങ്ങനെ രീതിയിൽ ഞാൻ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല വ്യക്തിപരമായിട്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ കണ്ണെഴുതി പൊട്ടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ടി കെ രാജകുമാറിൻ്റെ സിനിമയാണ്. ആ സിനിമ മഞ്ജു വാര്യർക്ക് എത്രത്തോളം ഇഷ്ടമുള്ള സിനിമയാണ്? ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ്. അതിനെക്കുറിച്ച് രണ്ടു വാക്കൂടെ പറയും. അതിൽ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. ഇപ്പൊ തിലകൻ ചേട്ടനുമായിട്ട് മത്സരിച്ച് അഭിനയിച്ചു എന്ന് നിരൂപകരൊക്കെ എഴുതിയിട്ടുള്ള, മത്സരിച്ച് അഭിനയിച്ചിട്ടൊന്നുമില്ല, നമ്മൾ ആ വാക്ക് അവരുപയോഗിക്കുന്നതാണ്, പറയാൻ പോലും യോഗ്യത ഇല്ല. അതില് അറിഞ്ഞോ അറിയാതെയോ എൻ്റെ തലയിൽ വന്ന വളരെ ശക്തമായിട്ട് അതൊന്നും ചെയ്യുമ്പോൾ പോലും അതിന്റെ വലിപ്പം എത്രയാണെന്നോ അതിന്റെ ഡെപ്ത് എത്രയാണോ എന്നൊന്നും പല സീനുകളിലും അല്ലെങ്കിൽ ഒന്നും തിരിച്ചറിയാൻ അത്തരം പക്വത പോലും ഇല്ലാത്ത പ്രായത്തിലാണ് ഞാൻ ആ സീനുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഡയറക്ടറും അങ്ങനെ അവർ ചെയ്യിച്ചതാണ്. പിന്നീടാണ് എത്രമാത്രം ആഴം ആ സിനിമയ്ക്കും കഥാപാത്രത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് തിരിച്ചറിയാനുള്ള ഒരു പക്വത പോലും വരുന്നത്. അതേപോലെ വിദ്യാസാഗർ സാറിന്റെ മ്യൂസിക് കിട്ടിയിട്ടുണ്ട്. സല്ലാപത്തിൽ ജോൺസൺ മാഷിന്റെ നല്ല പാട്ടുകൾ, അതൊക്കെ ഭയങ്കര ഒരു നല്ല ഭാഗ്യമാണ്, വലിയ ബ്ലെസ്സിംഗ് ആണ്. അതെ. താപ്സി പാനുവിന്റെ കൂടെ മിതാലിയുടെ കഥ പറയുന്നത്, അതിൽ സീനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു നമ്മുടെ ആക്ടേഴ്സൊക്കെ അവിടെ ചെന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൗഡ് തോന്നില്ലേ? അത്തരത്തിലുള്ള മൊമെന്റ് അവരുടെ മുമ്പ് എന്ന് ഇത് പടം ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു ഈ ഷാഹിൻ? അത് നോർമൽ ഏതൊരു സിനിമ ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു അതും അപ്രോച്ച് ചെയ്തത്. നമ്മുടെ ജോലിയാണ്, നമ്മൾ പോയി ചെയ്യുന്നു. ഹിന്ദിയിൽ ആദ്യമായിട്ടായിരുന്നു ഒരു ഫിലിം ഓഡിഷൻ വഴി കിട്ടിയത്. അതിനുശേഷം വേറെ ആയി. അതിൽ തീരെ ചെറിയൊരു ക്യാരക്ടർ കൂടെ ആയിരുന്നു, ചെറിയൊരു അതിലുള്ള ഒരു ടീമിലുള്ള ഒരു കുട്ടിയുടെ ഹസ്ബൻഡായിട്ടായിരുന്നു. ബട്ട് സെയിം ആയിരുന്നു, അങ്ങനെ വലിയൊരു വ്യത്യാസമൊന്നും തോന്നിയില്ല. പിന്നെ അതിനുശേഷം ചെയ്ത പടങ്ങളാണ് കുറച്ചും കൂടെ എനിക്കത് ആ ഒരു ഇൻഡസ്ട്രി കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റിയത് അതിനുശേഷം. ഈ ആനന്ദത്തിൽ ഉണ്ടാക്കിയ ഒരു അഡ്രസ്സ് ഉണ്ട്. ആനന്ദത്തിൽ വരുന്ന സമയത്ത് ഒരു സാധാരണ സിനിമ അപ്രോച്ച് ചെയ്യുന്ന രീതിയായിരുന്നു, പക്ഷെ അത് ഇത്രയും സൂപ്പർ ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അപ്പോഴെന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു? ഇല്ല, അതും ആനന്ദം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. വി മേഡ് എ ഗുഡ് ഫിലിം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഹിറ്റ് ആവോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല, അത് ഓഡിയൻസിൻ്റെ കയ്യിലാണ്. പക്ഷേ ഇത്
നല്ലൊരു സിനിമയാണെന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്, നമുക്കുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അത് അത്രയും വലിയൊരു ഹിറ്റാവും, ഇതൊരു ആ ഒരു ക്യാരക്ടർ ഒരു കൾട്ടായി മാറുന്നൊന്നും നമ്മൾ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ബട്ട് അതൊരു ബ്ലെസ്സിങ് ആണ്, വേറെ ഒന്നും പറയാൻ പറ്റില്ല. അടിപൊളി. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന വർക്കുകൾ പുറത്ത് നമ്മുടെ ഇപ്പോൾ പുറത്ത് ചെയ്യുന്നത് ഇപ്പോൾ ഈ അടുത്ത മാസം എമർജൻസി എന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ബയോപിക് ആണ്. അതിൽ സഞ്ജയ് ഗാന്ധിയുടെ റോള് ഞാനാണ് ചെയ്യുന്നത്. ഫീച്ചർ ഫിലിം തന്നെ, ഫീച്ചർ ഫിലിം. അതിൽ കങ്കന റണാവത്താണ് ഇന്ദിരാഗാന്ധിയുടെ റോൾ ചെയ്യുന്നത്. അവരെന്നെ ഡയറക്റ്റ് ചെയ്ത ഫിലിമാണ്. അപ്പോൾ അതിൽ സഞ്ജയ് ഗാന്ധിയുടെ റോള് ഞാനാണ്. പിന്നെ ഈയിടെ നെറ്റ്ഫ്ലിക്സിന് യഷ് രാജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീരീസ് ചെയ്തു. അത് അടുത്ത വർഷം വരും. അങ്ങനെ ഈ വെബ് സീരീസിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറൊരു സംഗതിയാണ്. അവിടുത്തെ വെബ് സീരീസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്നതാണ്. നമ്മൾ കോവിഡിന് ശേഷമാണ് ഒരു പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങിയത്. വെബ് സീരീസിൽ പോകുമ്പോൾ ശരിക്കും കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ട്, ആ ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ട്. അത് കുറച്ച് ഗുണം ചെയ്തിട്ടില്ല ഇപ്പോൾ? ഡെഫിനറ്റ്ലി. കാരണം അവർ വർക്ക് ചെയ്യുന്ന സ്കെയിൽ കുറച്ചും കൂടെ വലുതായതുകൊണ്ട് ഇങ്ങനെയൊക്കെ. കാരണം ഇവിടെ അതിനുവേണ്ടി ഞാൻ സ്റ്റുഡിയോയിലൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ പ്രോപ്പറായിട്ട് ഗംഭീര സെറ്റൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബട്ട് ഐ തിങ്ക് ഫിലിം മേക്കിംഗ് അൾട്ടിമേറ്റ്ലി അതും ഇതുമൊക്കെ സിമിലർ ആണ്, കോമൺ ആണ്. ഇവിടെ നമുക്കിപ്പോൾ ചോറും ചപ്പാത്തിയും സാമ്പാറും കിട്ടുവാണെങ്കിൽ അവിടെ ചോറും ചപ്പാത്തിയും സാമ്പാറും തന്തൂരി ചിക്കനും കിട്ടും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ അൾട്ടിമേറ്റ്ലി. ബട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു എക്സ്പീരിയൻസ് തന്നെയുണ്ട്. നമുക്ക് എത്തുന്ന ഒരു ഓഡിയൻസ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോണിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഓഡിയൻസും കുറച്ചും കൂടി വൈഡറാണ് എന്നുള്ളൊരു ഒരു എക്സൈറ്റിംഗ് ഫാക്ടറുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫിലിം തുടങ്ങിയ ഒറ്റ സ്കെഡ്യൂൾ, നേരത്തെ ചേച്ചിയും പറയേണ്ട ഒരു വേറൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിരുന്നു, തുടങ്ങി അപ്പോൾ തന്നെ തീരും, ഒരു 30 days 40 days തീരും. പക്ഷെ അതൊരു 4 days, പിന്നെ ഒരു മാസം ബ്രേക്ക്, പിന്നെ ഒരു 10 ദിവസം, പിന്നെ അങ്ങനെ ബ്രേക്ക് ആയിട്ടായിരിക്കും ചെയ്യുക. ആ പ്രോസസ്സ് കുറച്ചും കൂടെ ലെങ്തിയാണ്. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ട്രിപ്പാണത്. ഫുട്ടേജിനെ കുറിച്ച് കുറച്ചുകൂടെ പറഞ്ഞാൽ എന്ത് പറയും? ഫുട്ടേജിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അല്ല, ഫുട്ടേജ് ഭയങ്കര പേഴ്സണലി ഫോർ മീ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു പ്രോജക്റ്റായിരുന്നു. ഓഫ് കോഴ്സ് ആസ് എ ഫിലിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു എക്സ്പീരിയൻസും. ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഫിലിമിൻ്റെ ഔട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇങ്ങനത്തെ ഒരു ഫിലിമിൻ്റെ ഭാഗമാകാൻ പറ്റിയെന്നുള്ള കാര്യത്തിൽ. പിന്നെ സൈജു ഏട്ടൻ, മഞ്ജു ചേച്ചി ഇവരുടെയൊക്കെ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഒരു ലെജൻസ് ആണല്ലോ, പ്രൂവ് ചെയ്തിരിക്കുന്ന ലെജൻസ് ആണ്. ആ ഒരു ടീമിന്റെ ഭാഗമാകാൻ നിങ്ങൾ ചെയ്തിരിക്കുന്ന പടങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതെ, അപ്പോൾ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ആൻഡ് ഈ ഒരു പടത്തിൽ ആകെ ഒരു 3-4 ക്യാരക്ടേഴ്സേ ഉള്ളൂ ഫുട്ടേജിൽ. അപ്പോൾ അതിൽ ഒരു ക്യാരക്ടർ ആവാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്രയും തന്നെ ഒരു സോ കോൾഡ് ലീഡ് റോൾ എന്നുള്ള സാധനം കിട്ടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് ഹ്യൂജ് ബ്ലെസ്സിങ്. അടിപൊളി. മഞ്ജു ഈ പറയുന്നത് മാതിരി വിശാഖ് പറയുന്നതിനകത്ത് ഈ ഒരു ഫിസിക്കലായിട്ട് നിങ്ങളെ കൊണ്ട് കുറേ അധ്വാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും, കാരണം കൂടുതൽ ജോലി ഇതായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ റിസൾട്ട് പ്രേക്ഷകർ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതിനപ്പുറത്തേക്ക് അഭിനയ സാധ്യതകളും ഇല്ലെങ്കിൽ അത്തരം സാധ്യതകളൊക്കെ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ? ഇതിലത്തെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്ക് ഈ ക്ലോസ് ഷോട്ട് എന്ന് പറയുന്ന ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ഇമോഷൻ കൺവേ ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് ക്ലോസ് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോഡി ലാംഗ്വേജിലും എന്താണോ ആ സീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഇപ്പോൾ ചിലപ്പോൾ ആ ഒരു കുറേ ദൂരെയായിരിക്കും ചിലപ്പോൾ നമ്മൾ നിൽക്കുന്നുണ്ടാവുക, പക്ഷേ ആ ഒരു ബോഡി ലാംഗ്വേജിൽ ഇമോഷൻ ഫീൽ ചെയ്യിക്കുക എന്ന് പറയുന്നതായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ലെങ്തി ഷോർട്സും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് വന്ന് വീണ്ടും ഇത് ആദ്യം തൊട്ട് ചെയ്യണ്ടേ, അത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഭയങ്കര കാമാണ്, ഭയങ്കര പീസ്ഫുൾ. നമ്മുടെ ഉള്ളിൽ നമുക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ, നമ്മുടെ കാരണം മറ്റുള്ളവർ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് കൊണ്ട് ഈ ഒരു ഹോൾ യൂണിറ്റ് ഒന്നിച്ച് നിന്നിട്ടാണ് അങ്ങനെ ഒരു സീൻ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതായത് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആർക്കും പോയി മാറിയിരിക്കാനും അങ്ങനെയൊന്നും പറ്റില്ല. എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ ആവേശത്തോടെ നിൽക്കുമ്പോഴാണ് ഒരു സീൻ ഓക്കെ എന്നുള്ള ഒരു ഫൈനൽ അനൗൺസ്മെന്റ് സൈജുവിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര റിലീഫും ഭയങ്കര സന്തോഷമൊക്കെയാണ്. സെലിബ്രേഷൻ തന്നെയായിരുന്നു. ഓക്കെ ഷോട്ട് ഓക്കെ ഭയങ്കര നമ്മളൊക്കെ തുള്ളിച്ചാട്ടുകയാണ് സമയത്ത്. ഗായത്രി, ശരിക്കും അലരെ എന്ന് പറയുന്നത് നമ്മുടെ കൈലാസിന്റെ പാട്ട്, ആ പാട്ട് കിട്ടിയത് നിങ്ങൾക്ക് വലിയൊരു സംഗതിയാണ്. കാരണം ആ പടം ശ്രദ്ധിക്കപ്പെടുന്നതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് ആ പാട്ട് ശ്രദ്ധിച്ചത്. അങ്ങനെ ഒരു പാട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ മുഖം നമ്മൾ പോലും ചിലപ്പോൾ തിരിച്ചറിയാതെ പോയത്. 4-5 പടങ്ങൾ കഴിഞ്ഞില്ലേ, ഇതിന്റെ 5th അഞ്ചാമത്തെ പടം. ആ പാട്ട് പോപ്പുലർ ആവുന്ന സമയത്ത് ഉള്ളിൽ തോന്നിയ ഒരു സന്തോഷമില്ലേ? പാട്ട് ആദ്യമായിട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ
വി കൈൻഡ് നോ ഇതൊരു നല്ല പാട്ടാണ്, ഇത് എന്തായാലും ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഇത് റീച്ച് പോയത് വേറെ ലെവലിലായിരുന്നു. അതിന്റെ റീച്ച് എല്ലാവർക്കും ഭയങ്കര എക്സ്റ്റെൻസീവായി ഇഷ്ടപ്പെട്ടു. അത് എല്ലാ ദിവസവും ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നു, ചേച്ചി ചേച്ചിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ കൈലാസനെ വിളിച്ചേട്ടാ ഭയങ്കര ഹിറ്റാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോഴും ഞാൻ ലൈക്ക് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദാറ്റ് സോങ് ഭയങ്കര കേറി കത്തി ഹിറ്റായി. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അവിടെ പോകുമ്പോൾ അവിടുത്തെ മുമ്പിലൂടെ அந்த സോങ് ரொம்ப പിടിക്കും നീங்க എന്നെ മനസ്സിലായോ എന്ന് ഞാൻ മനസ്സിലാക്കും. പക്ഷെ ചിലവർക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. അതിൽ ഭയങ്കര നാടൻ കഥാപാത്രം ആയതുകൊണ്ട് തന്നെ എൻ്റെ ഓപ്പോസിറ്റ് ഞാൻ പാരഗണിലേക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഓപ്പോസിറ്റ് അവർ കേൾക്കാം, അവരിരുന്ന് അലരി വീരുമ്പോ ഞാനിങ്ങനെ അത് ഇങ്ങോട്ടൊക്കെ, പക്ഷെ മനസ്സിലാവാറില്ല ആൾക്കാർ. ബട്ട് ദാറ്റ് വാസ് ഓൾസോ ഒരു നല്ലൊരു ഹൈ ആയിരുന്നു അത്. അടിപൊളി. തമിഴിന്റെ കാര്യം പറഞ്ഞപ്പോഴേ തമിഴിലെ തുനുവിലെ പാട്ട് പാടിയിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ട്രൈ ആവോ പാട്ട്? തുനിവില് പാട്ട് പാടിയത് പുറത്ത് കേട്ടില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് ട്രോളൊക്കെ ഉണ്ടായിരുന്നു. കാശേതാൻ കടവുള്ളതാ ട്രാക്കിന്റെ ഇടയിൽ മുങ്ങിപ്പോയി എന്റെ സൗണ്ട്. ഞങ്ങളൊക്കെ കേട്ടായിരുന്നു. ഞാൻ പറഞ്ഞത് കൊണ്ട് മനസ്സിലായി, അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവില്ല. അല്ല അത് വേണ്ട, കുഴപ്പമില്ല. പാട്ട് പാടി ഏറൽ കയറാൻ വീണ്ടും ഉദ്ദേശിക്കുന്നില്ല. നാടൻ പെണ്ണിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ശരിക്കും അമ്മ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സ്വാതന്ത്ര്യം അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലി ആണ് ഗായത്രി നയിക്കുന്നതെന്നാണ്. അതെ, ശരിക്കും എന്താ അമ്മ നടന്നു പോകുമ്പോ ആ വീഴല്ലേ, സൂക്ഷിച്ചോ, അവിടെ പോലെ 9 മണിക്ക് ശേഷം മൊബൈൽ കാണുന്നത്, ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ. അമ്മയാണോ മോളാണോ അമ്മ? വീട്ടിൽ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം ആക്ച്വലി അമ്മ മോള് ഞാൻ അമ്മയെ മാറിയിട്ടുണ്ട്. എന്റെ സ്വഭാവം ഞാൻ ഇച്ചിരി പ്രൊട്ടക്റ്റീവ് ആയി മാറി. ഐ ഡോണ്ട് നോ ഹൗ. ബട്ട് യാ ഐ മീൻ എന്താണെന്നറിയോ, പണ്ട് അമ്മയ്ക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ആ സമയത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരുപാട് ആഗ്രഹങ്ങൾ. ഇപ്പൊ നിർത്തി, ഇപ്പൊ തൽക്കാലത്തേക്ക് നിർത്തി. തമിഴിലാണ് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം റീസെന്റ്. അതിപ്പോ നിർത്തി. അപ്പൊ ആ ചെറിയ കാലത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ ഇപ്പോഴാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പം അതിന് കൂടുതലും നമ്മൾ പിള്ളേരും കുറച്ച് സപ്പോർട്ട് ചെയ്യണം ഞാൻ വിശ്വസിക്കുന്നു. സപ്പോർട്ടാണ് അത്, ഞാൻ ഫ്രീഡം കൊടുക്കുന്നൊന്നുമല്ല. എന്റെ ഫ്രീഡം ആവശ്യം ഒബ്വിയസ്ലി ആവശ്യമില്ലല്ലോ അവർക്ക്. അതെ, ഞാൻ ഫ്രീഡം കൊടുക്കുന്നുണ്ടെന്നാണ്. ഇനി മാറ്റി പറയാൻ പറ്റില്ല. ഞാൻ അത്യാവശ്യം ഇല്ല, ഭയങ്കരമായിട്ട് അവര് അയ്യോ എന്നെ കൊണ്ട് ഇത് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ അത് നമ്മുടെ ജനറേഷനിൽ അത് മാറി. അവരിപ്പോ എന്ത് തിങ്ക് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല എന്ന ജനറേഷൻ നമ്മുടെ. അപ്പൊ അത് ഹെൽപ്പ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ലൈക്ക് ഇറ്റ്സ് ഓക്കെ. അപ്പൊ അവർ പറയേണ്ട ആൾക്കാർ പറയട്ടെ, അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം ഡൂ ദാറ്റ്. ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഇസ്. ഇപ്പൊ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണോ, ഞാൻ അമ്മയുടെ തോന്നുന്നു അങ്ങനത്തെ ഡ്രസ്സ് ഇടാം അമ്മ, അതൊക്കെ പണ്ടല്ലേ. പറയേണ്ട ആൾക്കാർ എപ്പോഴാണെങ്കിലും പറയും ഇതൊക്കെ നോക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്നത് ഞാൻ ചോദിക്കും. ദാറ്റ്സ് ഓൾ. ആ കൊടുക്കുന്നൊരു പുഷാണ്. അതുപോലെ ഈക്വലി എനിക്കും ഭയങ്കര സപ്പോർട്ടാണ് ഫാമിലിയിൽ നിന്ന്. എന്റെ ഫാമിലി ഇല്ല, എന്റെ ദൈവം ഈ ഷൂട്ട് കണ്ട് അമ്മ എന്നെ തലയിറങ്ങി വീഴും. ഇപ്പൊ നോർമലി ഞാനൊന്ന് ജസ്റ്റ് ഇവിടുന്ന് അവിടെ വരെ പോകുമ്പോ തന്നെ അമ്മയ്ക്ക് ആങ്സൈറ്റിയാണ് ഭയങ്കരമായിട്ട്. പക്ഷെ ഷൂട്ട് അതൊക്കെ എന്താ പറയാ, നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഷൂട്ടായിരുന്നു. അത് അമ്മ കണ്ടിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാവും. വീഴുന്നതും പല പ്രാവശ്യം വീഴുന്നതും തലയും കുത്തി വീഴുന്നതും അവിടെ പോയി ഇടിക്കുക ഇവിടെ പോയി ഇടിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ അമ്മയ്ക്ക് ആസ് എ മദർ ഐ ഡോണ്ട് തിങ്ക് എനി മദർ ലൈക്ക് എനി അതർ മദർ അമ്മയ്ക്ക് കുറച്ച് വിഷമാവും, അത് ടെൻഷനാവും. ചിലപ്പോൾ ആ ടെൻഷൻ കൊണ്ട് എൻ്റെ പെർഫോമൻസ് ചിലപ്പോൾ ബാധിക്കാം. അയ്യോ അമ്മയ്ക്ക് ടെൻഷൻ ആവുമല്ലോ, അപ്പൊ പിന്നെ ഇനി ഞാൻ സൂക്ഷിച്ച് ചെയ്യണമല്ലോ എന്നൊക്കെ ഭയങ്കര കോൺഷ്യസ് ആവും ഞാൻ. ഈ തോട്ട് എവിടുന്നാണ്? റിയൽ ഇൻസിഡന്റുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല, തോട്ട് വളരെ ക്ലാരിറ്റിയോട് കൂട്ടി സൈജുവിന്റെ തോട്ടാണ്. സൈജുവിന്റെ ഐഡിയ ആണ് ഇത് എങ്ങനെ വേണം. ഞാനും ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആളുടെ ഒരു ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ആയിട്ട് ആളെപ്പോഴും ഞാനതിൽ എഴുതുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഫൗണ്ട് ഫുട്ടേജ്, അപ്പോഴൊക്കെ ഞാനും അറിയുന്നത് ഈ ഫൗണ്ട് ഫുട്ടേജ് ജോണർ എന്താ, എനിക്കും അറിയാനില്ല ഫൗണ്ട് ഫുട്ടേജ് എന്താന്ന്. അപ്പോഴും നമ്മളിങ്ങനെ ഐഡിയ ഷെയർ ചെയ്ത് പിന്നെ നമ്മളിരുന്ന് ഞങ്ങൾ വേറൊരു സിനിമക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും പിന്നെ ഇത് എഴുതണോ, എന്നാ പിന്നെ ഇത് അങ്ങനെ എഴുതി നോക്കുന്നത്. പിന്നെ അത് ആളുടെ തന്നെ ഇൻപുട്ടിൽ എഴുതി പോയിട്ടുള്ള അതല്ലാതെ ആ ഡയറക്ടറുടെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു റൈറ്റർക്ക് അത് എഴുതാൻ പറ്റില്ല. അത് കൂടുതലും ഡയറക്ടറുടെ സിനിമയാണ് അത്. അപ്പോൾ നമുക്കത് ഭയങ്കര റൈറ്റേഴ്സ് അങ്ങനത്തെ ഇല്ല. കൃത്യമായിട്ട് ഡയറക്ടറുടെ കൃത്യമായിട്ടുള്ള ധാരണയിലൂടെയാണ് നമുക്ക് റൈറ്റിംഗ് പോകാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇതിന്റെ എഡിറ്റ് വരെ നടക്കുന്ന സ്ക്രിപ്റ്റിലാണ്. അതെല്ലാം ഓക്കെ. പക്ഷെ ഇത് മഞ്ജു ചേച്ചിയിലൊക്കെ എത്തുന്നതും ഇതിന്റെ ഒരു ബാലൻസ് ഉണ്ടല്ലോ, ഒരു മറ്റ് സിനിമകളിലെ ആണത്തോളം ആണെന്നും അല്ലാത്ത പടമാണത്. വളരെ വളരെ ഹ്യൂമൻ ആയിട്ടുള്ള
അല്ലേ ഞാൻ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെ പുള്ളിക്കാരത്തി തന്നെ ഇരുന്ന് ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ഇതില് കണ്ടിട്ടുള്ള ഒരു 70% കാഴ്ചകളും ഞങ്ങൾ കണ്ടിട്ടൊക്കെ ഉള്ള ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനത്തെ കാഴ്ചകളാണ് അല്ല നമ്മളിങ്ങനെ ആലോചിച്ചിരുന്ന പുതിയതൊരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനത്തെ കുറെ കാഴ്ചകളുണ്ട്. അല്ല നമ്മളാണെങ്കിലും ഒരുമിച്ചിരിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഇപ്പുറത്തെ സൈഡിലും ഭയങ്കര ഹാപ്പനിങ് ലൈഫാ. സ്ത്രീകളാണെങ്കിലും ക്രിമിനൽസ് ഉണ്ട്, സ്ത്രീകളാണെങ്കിലും പ്രണയിക്കുന്നവരും തമാശ പറയുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അവരുടെ ഒരു സൈഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് സിനിമകളിൽ കുറവല്ലേ. അപ്പം നമ്മൾ തന്നെ പറയും നമുക്ക് ഇത്രയും ഹാപ്പനിങ് ആയിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ത്രീകളെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നതും ഇടപെടുന്നതും നമ്മൾ ചുറ്റുപാടും ജീവിക്കുന്നതും. ഞാൻ പറഞ്ഞത് എല്ലാം ഭയങ്കര രസം എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ തരത്തിലുള്ള ലെയേഴ്സുള്ള സ്ത്രീകളും നമുക്കിടയിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്ത്രീകളെ നമ്മളും നമ്മളുടെ കഥകളിലും വേണ്ടേ. ടെററല്ല ചേച്ചി, ഒരു പൂമ്പാറ്റ. ഓക്കെ, അപ്പൊ പൂമ്പാറ്റയുടെ ഫുട്ടേജ് എന്തായാലും വിജയിക്കട്ടെ. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് സിനിമ അങ്ങനെയൊന്നും അല്ല. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. എനിക്ക് ആ പേരിനോടൊരു കൗതുകമുണ്ട്. ഈ പറയുന്ന കേൾക്കുമ്പോഴും ആ കൗതുകം കൂടിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് ആ പേരിന് ഒരുപാട് അർത്ഥമുണ്ട്. അതായത് നമുക്ക് എന്താ പറയാ ഫുട്ടേജ് എന്താ പറയാ കാൽവെപ്പുകളാണല്ലോ, കാൽപ്പാടുകളല്ലേ അല്ലേ, അതുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഫുട്ടേജ് ഉണ്ട്. അപ്പൊ അതിനെ ഭയങ്കര ഡീറ്റെയിൽ ആയി നോക്കിയാൽ ശരിക്കും അതിന്റെ എന്താ പറയുക പൊയറ്റിക് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ റിയൽ മീനിങ് ആയിട്ടാണെങ്കിലും അതിനോട് വളരെ നീതി പുലർത്തുന്ന അംശമാണ് അതിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കിയ ക്യൂരിയസ് എലമെന്റ് എനിക്കും ഉണ്ട്. സിനിമ തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞാൽ താങ്ക് യു.